ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു D4 ഡ്രീംസ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ട്രഡീഷണൽ സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. പരിപ്പൊക്കെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും. നെക്സ്റ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് വഴുതനങ്ങ, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവോള, ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, വെണ്ടയ്ക്ക, കറിവേപ്പില, പച്ചമുളക്, മല്ലിയില, ഇത്ര ഐറ്റംസാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിൽ തക്കാളിയും വെണ്ടയ്ക്ക ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും നന്നായിട്ട് കഴുകി അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളിയും വെണ്ടയ്ക്കയും കട്ട് ചെയ്ത് അതും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ നിങ്ങൾ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടി ഏതാണോ അത്, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സാധാരണ ചില്ലിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി, കായത്തിൻ്റെ പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചിവിടെ മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്കയുടെ കളറെല്ലാം മാറിപ്പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് വെണ്ടയ്ക്ക ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. നെക്സ്റ്റ് അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ ടെക്സ്ചറും കളറും മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ സെയിം ഓയിലിലേക്ക് തന്നെ LGയുടെ കട്ട കായം എടുത്തിട്ടുണ്ട്. അതൊരു 3-4 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ നേരത്തെ കുക്കാക്കി വെച്ചിരിക്കുന്ന പരിപ്പെടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കായവും അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് അല്പം കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. ഈ സെയിം ടൈമിൽ തന്നെ നമുക്ക് കടുക് വറുത്തിടുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് പുളിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും തക്കാളിയും നമ്മളിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാലയുടെ ആ ഒരു പേസ്റ്റ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ സാമ്പാറിൽ ഒരല്പം ശർക്കര ചേർക്കാറുണ്ട്. അപ്പം നമ്മളുടെ ഏരിയകളിലൊക്കെ ശർക്കര ചേർക്കാറുണ്ട് സാമ്പാറിൽ. നമ്മളൊരല്പം ശർക്കരയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തെടുക്കാം. കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസും കുറച്ച് മല്ലിയുടെയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി ആ എണ്ണയോട് കൂടി തന്നെ സാമ്പാറിലേക്ക് ചേർത്ത് അല്പം കായപ്പൊടിയും കൂടി വിതറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ ടേസ്റ്റി കേരള ട്രഡീഷണൽ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലിയുടെ ഒപ്പം ദോശയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.